എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഭാഗവതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചാണ്. എല്ലാ ഹിന്ദുമത വിശ്വാസികളുടെയും വീടുകളിൽ ഭാഗവതം, രാമായണം, ദേവി മഹാത്മ്യം, അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഹിന്ദുമത വിശ്വാസികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാഗവതം, രാമായണം തുടങ്ങിയ ഹിന്ദുമത ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലെയുള്ള ഹിന്ദുമത ഗ്രന്ഥങ്ങൾ വീടുകളിൽ വെച്ചിട്ട് കാര്യമില്ല. അത് അതാത് സമയങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ വായിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അതിനുള്ള ഗുണഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഭാഗവതത്തിന്റെ ആദ്യത്തെ അക്ഷരമായ ഭ എന്നതിൻ്റെ അർത്ഥം ഭാഗരെ ഭക്തി മോക്ഷച്ച, ഭക്തി വർദ്ധിക്കാനുള്ള മാർഗവും മോക്ഷവും ലഭിക്കാനുള്ള വഴിയുമാണ് ഭ എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഭാഗവതത്തിന്റെ രണ്ടാമത്തെ അക്ഷരമായ ഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർവനാശം ച വിജ്ഞാനം, ഞാനെന്ന ഭാവം അഥവാ അഹങ്കാരം നശിപ്പിച്ച് അറിവ് നേടുക എന്നതാണ് ഗ എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഗവതത്തിന്റെ മൂന്നാമത്തെ അക്ഷരമായ വ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഗരെ വേര വേദാന്ത വൈരാഗ്യം, വേദവും വേദാന്തങ്ങളും എല്ലാം മനസ്സിലാക്കി തരുന്നു. ഇതാണ് ഭാഗവതത്തിന്റെ മൂന്നാമത്തെ അക്ഷരമായ വ എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഭാഗവതത്തിന്റെ നാലാമത്തെ അക്ഷരമായ ത എന്നതിൻ്റെ അർത്ഥം തത്വബോധം ച ഉച്ചതി, നീ തന്നെയാകുന്നു ഞാൻ എന്ന ബോധം ഉൾക്കൊള്ളുക എന്നതാണ് ഭാഗവതത്തിന്റെ നാലാമത്തെ അക്ഷരമായ ത എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്തിയും മോക്ഷപ്രാപ്തിയും നേടി ഞാനെന്ന ഭാവം നശിപ്പിച്ച് വേദവും വേദാന്തങ്ങളും മനസ്സിലാക്കി തത്വബോധം ഉച്ചതി ഉൾക്കൊണ്ട് നീ തന്നെയാകുന്നു ഞാൻ എന്ന ബോധം ഉൾക്കൊള്ളുക. ഇതാണ് ഭാഗവതത്തിന്റെ ഓരോ അക്ഷരത്തിൻ്റെയും അർത്ഥങ്ങൾ. ഹിന്ദുമത വിശ്വാസികൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹിന്ദുമത ഗ്രന്ഥങ്ങൾ വായിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും വരുന്ന തലമുറകൾക്കും ഇത് പകർന്നു കൊടുക്കേണ്ടതുമാണ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.